പാൽ വില കൂട്ടിയേക്കും. മിൽമ ഡയറക്ടർ ബോർഡ് യോഗം അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് ചേരുകയാണ്. ലിറ്ററിന് 4 രൂപ വരെയെങ്കിലും കൂട്ടിയേക്കും എന്ന സൂചനയാണ് പുറത്തുവരുന്നത്. ഓണക്കാലം എത്തുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വെളിച്ചെണ്ണ വില പിടിച്ചാൽ കിട്ടാത്ത തരത്തിൽ കുതിക്കുകയാണ്. വെളിച്ചെണ്ണ വില ഈ അടുത്തൊന്നും കുറയില്ല എന്നാണ് അന്താരാഷ്ട്ര മാർക്കറ്റിലെയും ഇപ്പോഴത്തെ സാഹചര്യം. അടുത്ത വർഷം പകുതി വരെയെങ്കിലും വെളിച്ചെണ്ണ വില ഈ നിലയിൽ കുതിക്കും. ഈ വർഷം തന്നെ ഒരുപക്ഷെ 600-ലേക്ക് എത്തും എന്നതാണ് സൂചനകൾ. അടുത്ത വർഷം കുറയുമെന്ന് പറയുമ്പോൾ തിരികെ അത് 250-ലേക്കൊന്നും എത്തില്ല. വളരെ ചെറിയൊരു കുറവ് മാത്രമായിരിക്കും അടുത്ത വർഷം ഉണ്ടാകുക. അതിനിടയിലാണ് പാൽ വില കൂട്ടാൻ പോകുന്നു. അപ്പോൾ ദൈനംദിനം ആവശ്യമായ ഉൽപ്പന്നമാണ് പാല്. ആകെ താളം തെറ്റുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എന്തായാലും പോകുന്നത്. രാഹുൽ ജി നാഥ് നമുക്കൊപ്പം വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. രാഹുൽ, 11 മണിക്കാണ് ഡയറക്ടർ ബോർഡിന്റെ യോഗം നിശ്ചയിച്ചിരുന്നത്. യോഗം ആരംഭിച്ചു. തിരുവനന്തപുരം അതോടൊപ്പം തന്നെ കൊച്ചി 2 യൂണിയനുകളും വില വർദ്ധിപ്പിക്കണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എന്താണ് ഒരു പൊതു സാഹചര്യം? സർക്കാരിന്റെ അനുമതി കൂടി വേണ്ടേ? അത് തീർച്ചയായും സർക്കാരിൻ്റെ അനുമതി കൂടിയോട് മാത്രമേ ഈ വില വർദ്ധിപ്പിക്കാൻ കഴിയൂ. എന്തായാലും യോഗം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. യോഗത്തിന് ശേഷമായിരിക്കും നിർണായകമായ തീരുമാനമുണ്ടാകുക. എന്തായാലും ലിറ്ററിന് 3 രൂപയെങ്കിലും കൂട്ടുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിവിധ യൂണിയനുകൾ 10 രൂപയെങ്കിലും വർദ്ധിപ്പിക്കണം, ലിറ്ററിന് 10 രൂപയെങ്കിലും വർദ്ധിപ്പിക്കണമെന്ന് പറയുന്നു. ഏറ്റവും പ്രധാനമായി ചെയർമാൻ ഉൾപ്പെടെ പറയുന്നത് ഇത്തരത്തിൽ കർഷകരെ സഹായിക്കാനാണ് ഈ വില വർധന ഉണ്ടാകുന്നത്. അപ്പോഴും മുന്നിലുള്ള പ്രതിസന്ധി ഇത് വിപണനത്തെ എങ്ങനെ ബാധിക്കും എന്നുള്ളത്. കാരണം സ്വകാര്യ കമ്പനികൾ ഇത്തരത്തിൽ പാലുകൾ ഇറക്കുന്നുണ്ട്. അപ്പോൾ ഈ വില വർദ്ധിച്ചാൽ ഉപഭോക്താക്കൾ കുറയുമോ എന്നുള്ള പേടിയുണ്ട്. അപ്പോൾ ഉപഭോക്താക്കൾക്ക് അമിതഭാരം ചുമത്താതെ ഒപ്പം കർഷകരെ സഹായിച്ചുകൊണ്ടായിരിക്കണം ഈ തീരുമാനമെടുക്കുന്നത്. അങ്ങനെ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്ന് ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും 3 മേഖലയിലെ എം ഡിമാർ ഉൾപ്പെടെയുള്ളവർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും ഈ തീരുമാനം കൈക്കൊള്ളുമ്പോൾ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 2 കാര്യങ്ങൾ. പ്രധാനമായും വില വർദ്ധിക്കുമ്പോൾ ഉപഭോക്താക്കൾ പിരിഞ്ഞു പോകാതിരിക്കുക, മറ്റൊന്ന് കർഷകർക്ക് കൂടി സഹായകമായിരിക്കുക. ഇനി വില വർദ്ധിക്കാതെ കർഷകരെ സഹായിക്കാൻ കഴിയും. പറയുന്നത് ലിറ്ററിന് 10 രൂപ കൂട്ടണമെന്നാണ്. തിരുവനന്തപുരം യൂണിയൻ പറയുന്നത് എന്താണ് ഉൽപാദന ചെലവ്, അതിനനുസരിച്ച് ആനുപാതികമായി വില വർധന വേണം. എത്ര തുക എന്ന് തിരുവനന്തപുരം യൂണിയൻ ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ എന്തായാലും സർക്കാരിന് മുന്നിൽ ഇവരുടെ ഈ ആവശ്യങ്ങൾ കേട്ടേ മതിയാകും. ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ 10 രൂപയൊന്നും കൂട്ടിയില്ലെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ വില വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത. അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം പ്രധാനപ്പെട്ട 2 യൂണിയനുകൾ അത്തരമൊരു തീരുമാനം അറിയിച്ചു കഴിഞ്ഞു. അവർ 10 രൂപയെന്ന് പറയുമ്പോൾ അത്രയും ഉയർത്താൻ കഴിയില്ല എന്ന തിരിച്ചറിവ് അവർക്കുമുണ്ട്. അപ്പം ചെയർമാനും അത്തരത്തിലുള്ളൊരു കാര്യമാണ് പങ്കുവെക്കുന്നതും. അപ്പോൾ ഏറ്റവും പ്രധാനമായി ഇത്തരത്തിലൊരു വില വർധനയിലേക്ക് വരുമ്പോൾ അത് ഈ കർഷകരെ സഹായിക്കുക എന്ന ഒരൊറ്റ കാര്യത്തിലേക്കാണ് പറയുന്നത്. അപ്പോഴും വിപണനം എങ്ങനെ പോകും, ഉപഭോക്താക്കൾ എത്രമാത്രം വീണ്ടും ഈ ഉൽപ്പന്നത്തിലേക്ക് വാങ്ങുന്ന ഘട്ടത്തിലേക്ക് പിടിച്ചു നിർത്താനാകും എന്ന കാര്യവും കൂടിയുണ്ട്. അപ്പോൾ അത് തീരുമാനിച്ചുകൊണ്ട് മാത്രമേ പോകുക. എന്നാലും വില വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യമാണുള്ളത്. 3 രൂപയെങ്കിലും ലിറ്ററിന് കൂടാനുള്ള ഒരു തീരുമാനം കൈക്കൊള്ളുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ നിർണായകമായ യോഗം അകത്ത് പുരോഗമിക്കുകയാണ്. അതിനുശേഷമാകും തീരുമാനം അറിയാൻ കഴിയുക.